കഥകൾ സ്നേഹിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ദ സ്റ്റോറി ലാൻഡിനിലേക്ക് സ്വാഗതം. കഥകൾ പ്രകാശിക്കുന്ന ഒരു മനോഹര ലോകത്തിലേക്ക്. ഇവിടെ ഞാൻ പ്രാചീനവും പ്രശസ്തവുമായ കഥകൾ എൻ്റെ സ്വന്തം ശബ്ദത്തിൽ അവതരിപ്പിക്കുന്നു. വരൂ, നമുക്ക് ഒരുമിച്ച് കഥകളുടെ യാത്ര ആരംഭിക്കാം. പിങ്കളൻ്റെ സംശയം. ആയുസിൻ്റെ ബലം കൊണ്ട് സഞ്ജീവകൻ രക്ഷപ്പെട്ടു. കാലിൻ്റെ പരിക്കെല്ലാം മാറി. നല്ല വെള്ളവും പുല്ലും തണുപ്പുമുള്ള കാട്ടിൽ ആ വെള്ളക്കാള വെള്ളി മാമല പോലെ വളർന്നു. കാട്ടുമൃഗങ്ങൾ അവൻ്റെ മുക്കര കേട്ട് ഞെട്ടി വിറച്ചു. ആ കാട്ടിൽ ഒരു പർവ്വതത്തിൻ്റെ ഗുഹയിൽ പിങ്കളൻ എന്നൊരു സിംഹം പാർത്തിരുന്നു. ആ മൃഗരാജാവിന് മതിച്ച ആനകളുടെ മസ്തകം അടിച്ചു പിളർക്കുക എന്നത് ഒരു ഹരമാണ്. പിളർക്കപ്പെട്ട മസ്തകങ്ങളിൽ നിന്നുതിരുന്ന മുത്തുരത്നങ്ങൾ നഖങ്ങളിൽ കോർത്ത് അവൻ കാട്ടിൽ ഓടിച്ചാടി നടക്കും. രാജാക്കന്മാർ കൂടി സിംഹം സിംഹം എന്നു കേട്ടാൽ പേടിച്ചു വിറയ്ക്കും. രാജകുമാരന്മാരെ കയ്യൂക്കുള്ളവനെ കീർത്തിയുള്ളൂ. പിങ്കളൻ ഒരു ദിവസം യമുനാ തീരത്തെത്തി വെള്ളം കുടിച്ച് സന്തോഷിച്ചങ്ങനെ നിൽക്കുകയാണ്. ഇടിവെട്ടും പോലെ അപരിചിതമായ ഒരു ശബ്ദം. പിങ്കളൻ ഞെട്ടി രണ്ടടി പിറകോട്ട് മാറി. ഉള്ളിലെ ഭയം ആ മൃഗരാജാവിൻ്റെ മുഖത്ത് തെളിഞ്ഞു കാണാം. ആ സമയത്താണ് സിംഹത്തിൻ്റെ മന്ത്രിയായ ക്രോഷ്ടാവിൻ്റെ 2 മക്കൾ അവിടെ എത്തിച്ചേർന്നത്, കരടകനും ദമനകനും. അവർ പിങ്കളൻ്റെ മുഖഭാവം ശ്രദ്ധിച്ചു. ദമകന് കാര്യം പിടികിട്ടി. പിങ്കളൻ എന്തോ വല്ലാതെ പേടിച്ചിരിക്കുന്നുവെന്ന് കരടകനോട് അവൻ പറയുകയും ചെയ്തു. നമുക്കിതിലെന്തു കാര്യം എന്നായിരുന്നു കരടകൻ്റെ മറുപടി. വേണ്ടാത്ത കാര്യങ്ങളിൽ ഇടപെട്ടാൽ അനർത്ഥമാണ് ഫലം. പണ്ടൊരു കുരങ്ങച്ചൻ ഇത്തരത്തിൽ അവിവേകം പ്രവർത്തിച്ച് ചത്തുപോയ കാര്യം നീ അറിഞ്ഞിട്ടില്ലേ എന്നായി കരടകൻ. ദമകന് കുരങ്ങച്ചൻ്റെ ആ കഥ അറിയാൻ താല്പര്യമായി. കരടകൻ ആ കഥ വിസ്തരിച്ചു പറഞ്ഞു.